തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ ഗവൺമെന്റ് സെൻട്രൽ ഹൈസ്കൂൾ കെട്ടിടം തകർന്നു വീണതിൽ മേയർ വി രാജേഷിന് മറുപടിയുമായി മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മേയർ വസ്തുതയറിയാതെ സംസാരിക്കുകയാണെന്നും അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് കോർപ്പറേഷനാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. വി രാജേഷ് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. താൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ഈ കെട്ടിടത്തെക്കുറിച്ച് പരാതിയൊന്നും കിട്ടിയില്ല. അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട ഉത്തരവാദിത്തം കോർപ്പറേഷനാണുള്ളതെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. 14 ലക്ഷം രൂപ മുടക്കി മെയിന്റനൻസ് നടത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ സ്ഥാപനമായിരുന്നു അത് ചെയ്തിരുന്നത്. കെട്ടിടം പൊളിഞ്ഞു വീണത് ഗൗരവമായ വിഷയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കെട്ടിടം തകർന്നു വീണതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. അതേസമയം കാലഹരണപ്പെട്ട കെട്ടിടം കഴിഞ്ഞ വർഷം ജൂലൈയിൽ 3 കോടി രൂപ മുടക്കി നവീകരിച്ചതാണെന്നും സംഭവത്തിൽ വി ശിവൻകുട്ടി മറുപടി പറയണമെന്നും മേയർ വി രാജേഷ് ആവശ്യപ്പെട്ടു. അശാസ്ത്രീയ നിർമ്മാണത്തെപ്പറ്റിയും പണം ചെലവഴിച്ചതിനെപ്പറ്റിയും സമഗ്രമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ഉന്നയിച്ചു. അതിനിടെ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർദ്ദേശിച്ചു. കോടികൾ മുടക്കി നവീകരിച്ച കെട്ടിടമാണ് പൊളിഞ്ഞു വീണത്. സർവശിക്ഷ അഭിയാന്റെ ഓഫീസ് കെട്ടിടത്തിന്റെ മുറിയുടെ മേൽക്കൂരയാണ് ഇന്നലെ തകർന്നു വീണത്. ജീവനക്കാരും വിദ്യാർത്ഥികളും ഇറങ്ങിയ ശേഷമാണ് അപകടമുണ്ടായെന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്.